നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ കേന്ദ്ര ഏജൻസികൾ നിലപാട് കടുപ്പിക്കുന്നു. ഇഡി വീണ്ടും സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് കടക്കുകയാണ്. ഇതിനൊപ്പം ചില പ്രതികളെ അറസ്റ്റ് ചെയ്യുമെന്നാണ് സൂചന. കേസിൽ ഉടൻ രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് സൂചന. അതിനു മുൻപായി പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടി ഉണ്ടാകും. രാഷ്ട്രീയ ബന്ധമുള്ളവരുടെ സ്വത്തുക്കളും ഇത്തവണത്തെ കണ്ടുകെട്ടിൽ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അതീവ രഹസ്യമായാണ് നടപടികൾ നടക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലുള്ള 2019 ഭേദഗതി പ്രകാരം വിചാരണ വേളയിൽ തന്നെ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ തട്ടിപ്പിനിരയായവർക്ക് നൽകാനാകും. രാഷ്ട്രീയക്കാരുടെ ബിനാമികൾ കരുവന്നൂരിൽ നിന്ന് വൻതോതിൽ വായ്പയെടുത്തതായി ആരോപണമുയർന്നിരുന്നു. തട്ടിപ്പിനിരയായ നിക്ഷേപകരുടെ പണം തിരികെ നൽകാനുള്ള നടപടികൾ കോടതിയിൽ പുരോഗമിക്കുന്നതിനിടെയാണ് കണ്ടുകെട്ടൽ നീക്കം. കോടതിയിൽ സ്വത്ത് കണ്ടുകെട്ടാമെന്ന നിലപാട് കേന്ദ്ര ഏജൻസി വിശദീകരിച്ചിരുന്നു. 2 ഘട്ടങ്ങളിലായി ഇതുവരെ 87,75,00,000 രൂപയുടെ സ്വത്തുക്കളാണ് ഇഡി കണ്ടുകെട്ടിയത്. ബാങ്കിൽ നിന്ന് 4 കോടിക്ക് മുകളിൽ വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയവരുടെ സ്വത്തുക്കൾ ഉൾപ്പെടെയാണ് കണ്ടുകെട്ടിയത്. ഇനി 4 കോടി രൂപയിൽ താഴെ വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയവരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടുക. ആദ്യഘട്ടത്തിൽ താൽക്കാലികമായി കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ഇഡിയുടെ അഡ്ജുഡിക്കേഷൻ അതോറിറ്റി സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. തട്ടിപ്പിനിരയായവർക്ക് പണം നൽകണമെന്നാവശ്യപ്പെട്ട് കള്ളപ്പണ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടുകെട്ടിയ സ്വത്തിന്റെ യഥാർത്ഥ ഉടമകളുടെ ഭാഗം കേൾക്കാനുള്ള നടപടി കോടതിയിൽ തുടങ്ങും. ഈ നടപടികൾ ഉടൻ പൂർത്തിയാകുമെന്നാണ് സൂചന. പണം തിരിച്ചു നൽകാൻ പ്രതികളുടെ ബിനാമി പേരിലുള്ളതടക്കം കൂടുതൽ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ നടപടികൾ വേഗത്തിലാക്കുകയാണ് കേന്ദ്ര ഏജൻസി. കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച പ്രാഥമിക കുറ്റപത്രത്തിൽ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ 54 പ്രതികളുണ്ട്. 16 കോടിയുടെ സ്വത്തുക്കളും നിക്ഷേപങ്ങളും ഇതുവരെ കണ്ടുകെട്ടി. ബിനാമി പേരിലും തട്ടിപ്പിലൂടെ നേടിയ വായ്പാ തുക ഉപയോഗിച്ചും പ്രതികൾ വാങ്ങിക്കൂട്ടിയ സ്വത്തുക്കളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. തട്ടിപ്പ് പണം ഉപയോഗിച്ച് വാങ്ങിയ ഭൂസ്വത്തുക്കൾ മറിച്ചു വിറ്റതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇവ ഉൾപ്പെടെ മുഴുവൻ സ്വത്തുക്കളും കണ്ടുകെട്ടാനാണ് നീക്കം. ഇതിലൂടെ പരമാവധി നിക്ഷേപ തുക തിരിച്ചു നൽകാനാണ് ശ്രമം. കരുവന്നൂരിലെ നിക്ഷേപകർക്ക് തുക തിരിച്ചു കിട്ടാൻ നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിച്ചതിന് പിന്നാലെ ഇഡി നടപടികൾ വേഗത്തിലാക്കിയിരുന്നു. രാഷ്ട്രീയക്കാരുടെ ബിനാമികൾ കരുവന്നൂരിൽ നിന്ന് വൻതോതിൽ വായ്പയെടുത്തതായി ആരോപണം ഉയർന്നിരുന്നു. തട്ടിപ്പിനിരയായ നിക്ഷേപകരുടെ പണം തിരികെ നൽകാനുള്ള നടപടികൾ കോടതിയിൽ പുരോഗമിക്കുന്നതിനിടെയാണ് കണ്ടുകെട്ടൽ നീക്കം. കള്ളപ്പണ വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ 2019 ഭേദഗതി പ്രകാരം വിചാരണ വേളയിൽ തന്നെ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ തട്ടിപ്പിനിരയായവർക്ക് നൽകാനാകും. ഈ രീതിയിൽ പണം നൽകണമെന്നാവശ്യപ്പെട്ട് കള്ളപ്പണ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടുകെട്ടിയ സ്വത്തിന്റെ യഥാർത്ഥ ഉടമകളുടെ ഭാഗം കേൾക്കാനുള്ള നടപടി കോടതിയിൽ തുടങ്ങി.